അപ്പൊ 25 വയസ്സാണ് കേട്ടോ. 25 വയസ്സ് ആ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ താരം നമ്മൾ ശരിക്കും നമ്മുടെ റിയൽ ലേണേഴ്സിന്റെ പ്രമുഖ താരം നമ്മുടെ കരിപ്പോളിലെ ശരിക്കും അലിബാബ സാഹിബ് താരം തുടരുക. ഞാനും ഇൻഷാ അല്ലാഹ് അവിടെ ചെന്നതിന് ശേഷം തുടരാൻ ശ്രമിക്കും. മധുരം അലിബാബാന്റെ വകണ്ട് അത് നൽകിയതിലുള്ള സന്തോഷവും സ്നേഹവും നമ്മൾ പ്രകടിപ്പിക്കുന്നു. ഫ്രീ യുവർ മൈൻഡ് ഷുഡ് ബി ഫ്രീ. റിലാക്സ് റിലാക്സ്. സുഹൃത്തുക്കളെ, KP വെട്ടിച്ചിറയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചുങ്കം റിയൽ റണ്ണേഴ്സിന്റെ താരമായ അലിബാബ കരിപ്പോളിനുള്ള യാത്രയപ്പ് പരിപാടിയാണ്. ഇന്നത്തെ റിയൽ റണ്ണേഴ്സിന്റെ വർക്കൗട്ടിൽ സൈനുദ്ദീൻ സാർ അതിരുമടയും ബാപ്പു ചുങ്കവും ഒന്നിച്ചു ചേർന്നപ്പോൾ വളരെ ഇൻട്രസ്റ്റിങ്ങും രസകരവും പുതുമയാർന്നതുമായിരുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഈ യാത്രയപ്പ് പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ശരിക്കും നമ്മുടെ റിയൽ ലേണേഴ്സിന്റെ പ്രമുഖ താരം നമ്മുടെ കരിപ്പോളിലെ ശരിക്കും അലിബാബ സാഹിബ് പ്രവാസ ലോകത്തേക്ക് പോവാണ്. അപ്പൊ മുപ്പർക്ക് ഒരു ശരിക്കും യാത്രയപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ് നമ്മൾ ശരിക്കും തുടങ്ങിയ സമയത്ത് തുടങ്ങിയിട്ട് മുപ്പര് ഒരു ദിവസം ലീവ് ഇല്ലാതെ നിത്യ ദിവസം മുപ്പര് നടത്തോ ഓട്ടായിട്ട് നമ്മളെ കൂടെ ആക്റ്റീവായിരുന്നു. മുപ്പര് മാസങ്ങളായിട്ട് നമ്മളെ കൂടെ താൽക്കാലികമായിട്ട് മുപ്പര് വിദേശത്തേക്ക് ജോലി ജോലിയുമായി ബന്ധപ്പെട്ട് പോവാണ് മുപ്പര്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ മുപ്പര് പിന്നെ ഒരു മുപ്പരെ സന്തോഷം എന്ത് ചെയ്യാ യാത്രയപ്പിൽ ഒരു പിന്നെ സന്തോഷം പങ്കിടാൻ മാത്രമേ നമ്മൾ ഉദ്ദേശമുള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ പിന്നെ അതിലേക്ക് ഇപ്പൊ സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അലിബാബ സാഹിബിനെ ആദരവും ക്ഷണിച്ചുകൊള്ളുകയാണ്. അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവരോടും നാളെ യാത്ര പോവാണ്. എല്ലാവരുടെയും ദുആ ഉണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ്. ഞാനൊരു 3 മാസമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട്. അപ്പോ ഞാൻ വന്നപ്പോ ഈ പറഞ്ഞ മാതിരി കാലും കൈയും ഒക്കെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ. ഓട്ടമായിട്ടും നേരത്തെയും കുറെ ഓടി, പിന്നെ കാൽമുട്ടിന് കുറച്ച് അസുഖമൊക്കെ തോന്നിയതിനും പിന്നെ നടക്കാൻ തുടങ്ങി. അതിപ്പോ രണ്ടാമതും ഉഷാറായി വന്നിട്ടുണ്ട്. ഇപ്പോ എക്സസൈസും ഒക്കെ തുടർന്ന് പോകുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ, ശരീരം നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് ഇപ്പോ എക്സസൈസ് തുടങ്ങിയതിനു ശേഷമുള്ള. അപ്പൊ എല്ലാവരും ഇൻഷാ അല്ലാഹ് അത് പിന്തുടരാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഞാനും ഇൻഷാ അല്ലാഹ് അവിടെ ചെന്നതിന് ശേഷം തുടരാൻ ശ്രമിക്കും. ഇനിയും പോയി വരുന്നത് വരെയും പോയി വന്നാലും നമുക്കിതിൽ ഒരുമിച്ച് കൂടാനും ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ എല്ലാവരുടെയും ദുആ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകിച്ച് പറയാണ്. അസ്സലാമു അലൈക്കും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ അലിബാബ എവിടെയാണ്? ഗൾഫിലെവിടെ? അബുദാബിയിൽ. ഗൾഫിൽ അബുദാബിയിലാണ്. അപ്പൊ എനിക്ക് അലിബാബാന്റെ അടുത്തും പറയാനുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പ്രവാസികളുടെ അടുത്തൊക്കെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലുള്ള സംഗമങ്ങളും കാര്യങ്ങളും വ്യായാമൊക്കെ എല്ലായിടത്തും ഉണ്ട്, ലോകത്തിലെ എവിടെയുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തലക്കകത്ത് കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെയാണ് വിട്ടോട്ടെ കേട്ടാ. എന്നാലും വ്യായാമത്തിന് അതിനകത്ത് ഒരു പിശുക്കും കാണിക്കരുത്. അരമണിക്കൂറെങ്കിലും ഒരു ദിവസം ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും മടി വരിക എന്നുള്ള ഈ ഒരു മുഖം കാണാൻ മനസ്സിൽ കണ്ടാൽ മതി, നമ്മുടെ ഈ ബാപ്പുവിന്റെ മുഖം. അപ്പൊ നിങ്ങൾ വരുമ്പോൾ പറഞ്ഞാൽ മതി. ആ എൻകറേജ് ചെയ്യുന്നത്, ആ ഒരു എന്താ പറയാ ഒരു പ്രോത്സാഹനം, അതൊരു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു വൈഫും ഉണ്ട് അവിടെ, വൈഫും നടന്നിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു ഇന്നെന്താ ആളൊന്നും ഇല്ല. അപ്പൊ പറഞ്ഞു കുറച്ച് കഴിഞ്ഞതൊക്കെ കൂടുന്നു പറഞ്ഞു. അപ്പൊ സംഗതി ശരി തന്നെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ യാത്രയപ്പിന്റെ എല്ലാവിധ ആശംസകളും എല്ലാവിധ സന്തോഷവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ പടച്ചോൻ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജോലിയിലും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിലും ദീർഘായുസും ആഫിയത്തും എല്ലാം അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അത് നമുക്കൊക്കെ എല്ലാവരും, ഞാൻ ഇന്നലെ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്, നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബന്ധം കൂടിയാണ്, ഒരു സ്നേഹമാണിത്. അപ്പൊ ആ ഒരു ബന്ധം നമ്മൾ എല്ലാവരും കാത്തു സൂക്ഷിക്കുക. ഇതുപോലുള്ള വ്യായാമം, സ്പോർട്സ്മാൻ എന്ന് പറയുന്നത് സ്പോർട്സ്മാൻമാർക്ക് ഒരിക്കലും ഒരു ക്ഷീണമില്ല. മനസ്സിനും ശരീരത്തിനും ഒക്കെ ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കില്ല. കാരണം നമ്മളെപ്പോഴും എനർജി ആയിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. അത് എന്നൊന്നും അങ്ങനെ നിർത്തില്ല. അതിന് ബിക്കോസ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ വ്യായാമം കൊണ്ടാണ്. എന്തായാലും സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. അതെ, എന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നല്ലേ? ഓക്കെ, എന്റെ പേര് ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്താൻ റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നു. എനിവേ, എന്റെ പേര് സൈനുദ്ദീൻ, സ്ഥലം അതിരമട പുത്തനത്താണി, അതിരമട തന്നെയാണ്. പിന്നെ എന്റെ ജോലി എന്ന് പറയുന്നത് കരാട്ടെ മാഷാണ്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം കുറച്ച് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളുകളും കോളേജുകളൊക്കെ ഉണ്ട്. പിന്നെ പ്രൈവറ്റ് ആയിട്ടുണ്ട്, ബോധവൽക്കരണ ക്ലാസ്സുകളുണ്ട്. അന്ന് അനുഗ്രഹിച്ച് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എന്തായാലും സന്തോഷം. ഏറ്റവും പ്രായം കൂടിയാണ്. എത്രയാണ്? 36 48? അപ്പൊ 25 വയസ്സാണ് കേട്ടോ.
25 വയസ്സ് ആ ഒരു നമുക്കെല്ലാവർക്കും അറിയാം പ്രായം നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്ത് വില്ലത്തരം കാണിച്ചിട്ടും കാര്യമില്ല. ഒരു വർഷം ആയാലും ഒരു പ്രായം തരും. അത് എല്ലാവർക്കും പോകും, എല്ലാവർക്കും ലോകത്തിൽ മുഴുവൻ അങ്ങനെ തന്നെ. പക്ഷെ നമ്മുടെ മനസ്സ് 35 തന്നെ ഇപ്പൊ. 73 കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ച് ഒരു അത്ഭുതമൊന്നുമല്ലത്. 73 ആണ് വിചാരിച്ചാൽ എനിക്കത് അങ്ങനെ പ്രത്യേകിച്ചില്ല. ഞാൻ 62 വയസ്സുകാരനാ. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ വലിയതൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആവണം. ആ ഒരു ഷാറ്, ആ ഒരു ചുറുചുറുക്ക് കാത്തു രക്ഷിക്കട്ടെ, പടച്ചോൻ കാക്കട്ടെ, അള്ളാഹ് കാത്തു രക്ഷിക്കട്ടെ നമ്മളൊക്കെ. സാർ വെയില് അവിടെ നിന്ന് കളി. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളെ റിയൽ റണ്ണേഴ്സിന്റെ സജീവമായ ഒരു സാന്നിധ്യം പ്രിയപ്പെട്ട അലിബാവക്ക ഇന്ന് ഏതായാലും വിദേശത്തേക്ക് പോവാണ്. എന്റെ ആൾക്കാരനും കൂടിയാണ്. അപ്പോ ഈ നല്ല ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും അദ്ദേഹത്തിന് നേരുന്നു, പ്രാർത്ഥിക്കുന്നു. യാത്രകൾ മംഗളകരമാവട്ടെ. ഒരു ചെറിയൊരു മധുരം അലിബാവക്കാന്റെ വക ഉണ്ട്. അത് നൽകിയതിലുള്ള സന്തോഷവും സ്നേഹവും നമ്മൾ പ്രകടിപ്പിക്കുന്നു. അപ്പോ നമുക്ക് ഈ കൂട്ടായ്മ സജീവമായിട്ട് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാവരുടെ പിന്തുണ നമ്മൾ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഞാൻ നാട്ടില